സെഖരിയ പ്രവചനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് സാധ്യമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, നിൻ്റെ ഡാഡിയെ കൊണ്ട് സാധിക്കത്തില്ല, നിൻ്റെ സിസ്റ്ററിനെ കൊണ്ട്, ബ്രദറിനെ കൊണ്ട് സാധിക്കത്തില്ല, ഡോക്ടറിനെ കൊണ്ട് സാധിക്കത്തില്ല, എൻജിനീയറിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇവർക്കാർക്കും സാധിക്കാത്ത കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ സാധിക്കും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. യേശു കർത്താവ് പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെള്ളം ആ പടകിനെ മുക്കാതിരുന്നത്. കാരണം അവൻ വെള്ളത്തെ നിർമ്മിച്ചവനും വെള്ളത്തിനോട് വ്യക്തിപരമായിട്ട് എന്ന് പറയുന്ന പോലെ വെള്ളത്തെ നോക്കി കൽപ്പിച്ചവനുമായ ദൈവമാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ഓളങ്ങൾ ഉയരുന്നത് കണ്ടിട്ട് അവരുടെ പ്രഷർ ഉള്ളിൽ കൂടി അവർ നിലവിളിച്ചു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പക്ഷേ പറയേണ്ടവൻ പറഞ്ഞപ്പോൾ അടങ്ങേണ്ടവൻ അടങ്ങിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഉയർന്നു വന്ന തിരമാലകളെ നോക്കി കർത്താവ് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ മല പോലെ ഉയർന്നു വന്ന വിഷയം അവരുടെ കാൽ കീഴാകുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ നാം കാണുന്നത് ഏതാണോ അടങ്ങിയതിൻ്റെ മുകളിൽ യേശു ചവിട്ടി നടന്നു വരികയാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചു, നാഥ, നീ ആരാണ് എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കർത്താവ്, നീ നടന്നു വരാൻ പറഞ്ഞു. മുമ്പ് ഏത് വിഷയമാണോ ഇവരെ അലറി വിളിക്കുവാൻ തക്കവണ്ണം ഭയപ്പെടുത്തിയത്, അതിനെ പത്രോസ് തൻ്റെ കാൽ കീഴിലാക്കി നടന്നെടുക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നിന്റെ മനസ്സിനെ തെറ്റിച്ച് കളയുന്ന, നിന്റെ ഏകാഗ്രതയെ കെടുത്തിക്കളയുന്ന, നിന്റെ ഉറക്കത്തെ പോലും അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം എന്താണോ അതിനെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാൽ കീഴാക്കാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ നാളുകളായി, പാസ്റ്ററെ, എനിക്ക് ഇങ്ങനൊരു ഭാരമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതെൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയാണ്, ഞാൻ അസ്വസ്ഥതയാണ്, എനിക്കൊരു മെൻ്റൽ ഫിറ്റ്നസ് തോന്നുന്നില്ല, എനിക്ക് ചിലതിന് കാര്യങ്ങളൊക്കെ ഭയമാണ്, ഐ ആം അഫ്രൈഡ് സംതിങ്, എന്തിനെയൊക്കെ ഞാനിങ്ങനെ പേടിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ പ്രഡിക്ഷൻ. നീ ഈ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദ മൗണ്ടൻ ബിക്കം എ ഗ്രൗണ്ട് ലെവൽ. നീ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങൾ, ആ പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ എൻ്റെ കാൽ കീഴാക്കി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പേർ